അജിംസ് ജനറൽ ആശുപത്രിയിലാണ് നമ്മളുള്ളത്. ഇവിടെ പക്ഷേ കാര്യമായ രീതിയിൽ സമരം ബാധിച്ചിട്ടില്ല എന്ന് പറയാം. പ്രത്യേകിച്ച് ഡോക്ടർമാർ സമരത്തിലാണെങ്കിലും ഹൗസ് സർജൻസി ചെയ്യുന്ന ചില ഡോക്ടർമാരിവിടെ ജോലിക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ OP വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു സമരം ജനറൽ ആശുപത്രിയിൽ ബാധിച്ചിട്ടില്ല. രോഗികൾ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെ OP പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഹൗസ് സർജറി ചെയ്യുന്ന പല ഡോക്ടർമാരും ഇവിടെ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിലുള്ളൊരു ഒരു പ്രശ്നം അല്ലെങ്കിൽ രോഗികൾക്കൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ഈ 60% ഡോക്ടർമാരും വനിതകളായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സുരക്ഷ തങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഇതാണ് സുരക്ഷ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഏതായാലും ചില ആളുകൾ കൂടി ഇവരോട് കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ചേട്ടാ, ഡോക്ടറെ കാണാൻ പറ്റുമോ? ആണല്ലേ. ഈ സമരം ഇവിടെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ OP വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹൗസ് സർജൻസിയും ഡോക്ടർമാരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ഡോക്ടർമാർ കുറവായതുകൊണ്ട് ഒരു തിരക്കുണ്ടല്ലേ? ഇപ്പം ഈ ഡോക്ടർമാർ കുറവായതുകൊണ്ട് ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി സമരം ഇവിടെ ബാധിച്ചിട്ടില്ല എന്ന് പറയും. കാരണം പ്രത്യേകിച്ച് ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് ഡോക്ടർമാർ പണിമുടക്കുമ്പോഴും. അതുകൊണ്ട് ചേട്ടാ, ഡോക്ടറെ കാണാൻ എത്തിയതാണോ? ഡോക്ടറെ കാണാൻ എത്തിയതാണോ? ഡോക്ടറെ കണ്ടോ? എന്നിട്ടാ കണ്ടിട്ടില്ല. വിളിക്കും, നമ്പർ വിളിക്കും. ആണല്ലേ. ഒരു സമരം ബാധിച്ചിട്ടുണ്ടോ ആശുപത്രിയിൽ? അങ്ങനെയായിട്ട് അറിവില്ല. ആണല്ലേ. അത് തന്നെയാണ് അജിംസ്. ഇവിടെ സമരം വലിയ തോതിൽ എറണാകുളം ജനറൽ ആശുപത്രി ബാധിച്ചിട്ടില്ലെങ്കിൽ പക്ഷേ മെഡിക്കൽ കോളേജ് അടക്കമുള്ളവയിൽ എറണാകുളം മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലടക്കം ഈ സമരം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് അവിടെ ഹൗസ് സർജറി ചെയ്യുന്ന ഡോക്ടർമാരടക്കം അവിടെ ജോലിക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ രോഗികൾ വലിയ തോതിൽ വലയുന്നുണ്ട്. ഇത് സമരം നടക്കുന്ന കാര്യം അറിയാതെ പലരും ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്, എറണാകുളം മെഡിക്കൽ കോളേജിലടക്കം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള രോഗികൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡോക്ടർമാർ കൂട്ടത്തോടെ പണിമുടക്കുന്നത്. പക്ഷേ ജനറൽ ആശുപത്രിയിലെ കാര്യം വ്യത്യസ്തമാണ്. ഇവിടെ കൃത്യമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സമരം വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടർമാർ കൃത്യമായി ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ OP വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ആശുപത്രിയിലും കാര്യമായി സമരം ബാധിച്ചിട്ടില്ല. ജിംസ്.